പാഠം 3. വിനയത്തിന്റെ വില. റഷ്യ എന്ന രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. അവിടുത്തെ ഒരു തെരുവിൽ കൂടി വളരെ പ്രസിദ്ധനായ ഒരു സാഹിത്യകാരൻ ഒരിക്കൽ സായാഹ്ന സവാരി നടത്തുകയായിരുന്നു. അപ്പോൾ തീരെ അവശനും വിവശനുമായ ഒരു യാചകൻ കൈ നീട്ടിക്കൊണ്ട് അദ്ദേഹത്തിനരികിലെത്തി. അയാൾ പറഞ്ഞു, "വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും തരണേ." കീറിപ്പറഞ്ഞ കുപ്പായമായിരുന്നു ആ യാചകൻ അണിഞ്ഞിരുന്നത്. ശരീരത്തിൽ നിന്ന് വരുന്ന ദുർഗന്ധം ആരും മൂക്കുപൊത്തിപ്പോകുന്ന തരത്തിലുള്ളതായിരുന്നു. യാചകനോട് അലിവ് തോന്നിയ സാഹിത്യകാരൻ എന്തെങ്കിലും നൽകാനായി തന്റെ കുപ്പായ കീശയിൽ കൈയിട്ടു. പക്ഷെ എന്തു ചെയ്യാം, കീശ കാലിയായിരുന്നു. എന്തെങ്കിലും കിട്ടുമെന്ന പ്രത്യാശയോടെ അയാൾ കൈനീട്ടി നിൽക്കുന്നത് കണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. മഹാനായ ആ എഴുത്തുകാരൻ യാചകന്റെ എല്ലും തോലുമായ കൈകൾ കടന്നുപിടിച്ച് തന്റെ നെഞ്ചോട് ചേർത്തമർത്തി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ രണ്ടും നിറഞ്ഞു തുളുമ്പി. വികാരവായ്പോടെ അദ്ദേഹം ആ പാവം മനുഷ്യനോട് പറഞ്ഞു, "പ്രിയ സഹോദര, താങ്കൾ എന്നോട് ക്ഷമിക്ക്. താങ്കൾക്ക് തരാൻ ഇപ്പോൾ ഒന്നും എന്റെ പോക്കറ്റിൽ ഇല്ലാതായിപ്പോയി. എനിക്കതിൽ വല്ലാത്ത സങ്കടമുണ്ട്." ഇത് കേട്ട് യാചകന്റെ ചുവന്നു കലങ്ങിയ കണ്ണുകൾ പെട്ടെന്ന് തെളിഞ്ഞു. അയാൾ അടക്കാനാവാത്ത സന്തോഷത്തോടെ പറഞ്ഞു, "എനിക്കൊന്നും തന്നില്ലെങ്കിലും താങ്കൾ എന്നെ സഹോദര എന്ന് വിളിച്ചല്ലോ, അത് മതി. അതുതന്നെ വിലപിടിച്ച ഒരു സമ്മാനമായി ഞാൻ കരുതുന്നു. എനിക്ക് തൃപ്തിയായി." യാചകൻ കൈകൾ കൂപ്പി സാഹിത്യകാരനെ വണങ്ങി. പിന്നെ പതുക്കെ നടന്നകന്നു. അയാളുടെ സന്തോഷം സാഹിത്യകാരന്റെ മനസ്സിലും സംതൃപ്തിയുടെ പൂക്കൾ വിടർത്തി. ആ യാചകനോട് ഏറ്റവും കൂടുതൽ വിനയത്തോടെ പെരുമാറിയ ആ സാഹിത്യകാരനെ നിങ്ങൾക്ക് പിടികിട്ടിയോ? ലോകസാഹിത്യത്തിലെ അനശ്വര നക്ഷത്രമായ ടോൾസ്റ്റോയ് ആയിരുന്നു അത്. അദ്ദേഹം മനുഷ്യസ്നേഹത്തിന്റെയും വിനയത്തിന്റെയും പ്രതീകമായിരുന്നു. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിക്ക് ഏറ്റവും പ്രിയങ്കരനായിരുന്നു അദ്ദേഹം. ദക്ഷിണാഫ്രിക്കയിലെ തന്റെ താമസ സ്ഥലത്തിന് ഗാന്ധിജി പേരിട്ടത് ടോൾസ്റ്റോയ് ഫാം എന്നാണ്. 1828 റഷ്യയിൽ ഭൂജാതനായ ടോൾസ്റ്റോയ് വിശ്വപ്രസിദ്ധങ്ങളായ നിരവധി നോവലുകളും സാരോപദേശ കഥകളും രചിച്ചിട്ടുണ്ട്. അന്ന കരീനീന, യുദ്ധവും സമാധാനവും, ഉയിർത്തെഴുന്നേൽപ്പ് എന്നീ നോവലുകൾ അക്കൂട്ടത്തിൽ മികച്ചു നിൽക്കുന്നു. 1910 നവംബർ 10 ആ ദീപം പൊലിഞ്ഞു.